ഹലോ! രാവിലെ തന്നെ ഞങ്ങൾ കൊച്ചിയിലേക്കൊരു യാത്ര പോവുകയാണ്. ധ്രുവക്കുട്ടൻ്റെ ഹായ് ഒക്കെ എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? അങ്ങനെ ധ്രുവിയും ഞങ്ങൾ കട്ടിങ് ഫ്രൂട്ട്സിൻ്റെ ടോയ്സൊക്കെ കൊടുത്ത് ആളെ നല്ല എൻഗേജ്ഡ് ആക്കിയിരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളങ്ങ് ഉറങ്ങി. നമ്മളിപ്പോൾ നേരെ പോകുന്നത് കടവന്ത്രയിലുള്ള IDFC ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്കാണ്. എൻ്റെ ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഡേറ്റും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. കുറച്ചധികം സമയം പോസ്റ്റായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ധ്രുവക്കുട്ടൻ നല്ല ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിരുന്നത് കൊണ്ട് തന്നെ സമയം പോയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ആളിങ്ങനെ വെള്ളമൊക്കെ കുടിപ്പിക്കാൻ അത്യാവശ്യം നല്ല ടാസ്ക്കാണ് കേട്ടോ. അങ്ങനെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 1:30 കഴിഞ്ഞു. കൊച്ചിയിലെ ചൂട് ഒരു രക്ഷയില്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ധ്രുവക്കുട്ടന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിരുന്നു. ഇപ്പോഴത്തെ അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ചടങ്ങാണ്. ഭയങ്കര വികൃതിയാണ് കഴിക്കുന്ന സമയത്ത് ചെക്കൻ. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ബ്രോഡ്വേയിലേക്കാണ്. അച്ഛൻ്റെ വർക്ക്ഷോപ്പിലേക്കുള്ള കുറച്ച് മെറ്റീരിയൽസൊക്കെ എടുക്കണമായിരുന്നു. എന്തായാലും ആ വഴിക്ക് പോയതില്ലേ എന്ന് കരുതി ജസ്റ്റ് ഒന്ന് ഞങ്ങൾ മറൈൻ ഡ്രൈവിലൊന്ന് ചുറ്റിക്കണ്ടു. പിന്നെ അങ്ങനെ വിശന്ന് വലഞ്ഞ് ചൂടുമൊക്കെ ആയിട്ട് നല്ല ടയേർഡായിട്ട് കഴിക്കാൻ കയറി. അവിടെയും ചെക്കൻ്റെ കുസൃതിത്തരത്തിന് യാതൊരുവിധ കുറവുണ്ടായില്ല. പിന്നെ ഞങ്ങൾ നേരെ ലുലു മാളിലേക്ക് പോയി. അവിടെ വാലന്റൈൻസ് ഡേയുടെ എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് പോയത്. പക്ഷെ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ ധ്രുവി നല്ല ആക്റ്റീവായിരുന്നു. ടോയ്സിൻ്റെ സെക്ഷനിലൊക്കെ പോയപ്പോഴത്തേക്ക് അവൻ്റെ എനർജി അങ്ങ് ഡബിളായി. പിന്നെ അത്യാവശ്യം വണ്ടി ഭ്രാന്തനായതുകൊണ്ട് അവന് കാണുന്ന എല്ലാ വണ്ടിയിലും കയറി തന്നെ ഇരിക്കണം. വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ എന്ന് കരുതി നന്നായിട്ടങ്ങ് സെൽഫിക്കൊക്കെ പോസ്റ്റ് ചെയ്തു. ഈ ഒരു ടൈം കൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം ക്ഷീണിച്ചു. അങ്ങനെ ഫുഡ് കോർട്ടിൽ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് സ്നാക്സൊക്കെ കഴിച്ചു. ഓക്കെ ആയി. പിന്നെ നേരെ ഗെയിം സെക്ഷനിലേക്ക് വിട്ടു. അപ്പോഴേക്കും ഒരാളങ്ങ് എണീറ്റു. എൻ്റെ ലൈഫിൽ ഈ ഒരു ഏരിയയിൽ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. കുഞ്ഞുമായിട്ട് വരുമ്പോൾ അവനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ലുലുവിൽ നിന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷ് ആവുമെന്ന് വിചാരിച്ചൊരു ചായയൊക്കെ കുടിച്ചു. ആളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നേരെ അനിയത്തിയും കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഫോറം മാൾ കണ്ടപ്പോൾ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അങ്ങനെ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ എന്നെയും കൂട്ടിക്കൊണ്ട് അവിടെയും പോയി. അവിടെ ഇതുപോലെ ഗെയിംസിൻ്റെ സെക്ഷനിൽ എത്തിയപ്പോഴത്തേക്ക് ധ്രുവക്കുട്ടൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഫോറം മാളിൽ കയറിയത് ചുമ്മാ ആയില്ല എന്നുള്ളത് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എൻ്റെ അനിയത്തി സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് പോയി അവളെ മീറ്റ് ചെയ്തു. അങ്ങനെ അവരുമായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 2 മണിയായി. എവിടെയും കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങളവിടെ എത്തിയത്. ഇതായിരുന്നു ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.